ഒരു അംഗനവാടി വർക്കറും ഹെൽപ്പറും എനിക്കത് നന്നായിട്ട് അറിയാം. അവരും ഒരു സാധാരണ LP സ്കൂൾ ടീച്ചറും തമ്മിലുള്ള ജോലി വ്യത്യാസം എന്താണുള്ളത്? വർക്കറും ഹെൽപ്പറുമാണ് പേരിനെന്ന് മാത്രമേ ഉള്ളൂ. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയും അവരെ നോക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അതേ നിലവാരത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഈ അംഗനവാടി സഹോദരിമാരും. അപ്പോൾ അവരുടെ ശമ്പളം കൊടുക്കുക മാത്രമല്ല, ശമ്പളം കൊടുത്താൽ അംഗനവാടികൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം, ആ ശമ്പളത്തിൽ നിന്ന് നടത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വമാണ് പലപ്പോഴും അവരുടെ വലയിൽ വന്നു ചേരുന്നത്. അവിടെ ആ സമയത്തിന് ഭക്ഷണം ഉണ്ടാവില്ല, സമയത്തിന് സൗകര്യങ്ങൾ ഉണ്ടാവില്ല, കെട്ടിടത്തിന് ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല, പലപ്പോഴും ആ ചാർജ് കൊടുക്കില്ല, വൈദ്യുതി ചാർജ് കൊടുക്കേണ്ടത് ഈ കിട്ടുന്ന 12,000 രൂപയിൽ നിന്നായിരിക്കും പലപ്പോഴും. പിന്നീട് എപ്പോഴെങ്കിലാണ് തിരിച്ചു കൊടുക്കുക. അതുപോലെ കുട്ടികളുടെ ആഹാരത്തിന്റെ കാര്യത്തിൽ. അപ്പൊ അടിസ്ഥാനപരമായി എന്റെ ചോദ്യം അവിടെയാണ്, ഈ പാവപ്പെട്ട ആരാണ് അംഗനവാടികളിൽ പോകുന്നത്? അംഗനവാടിയിൽ പോകുന്നത് ആരാണ്? പൈസക്കാരുടെ മക്കൾ ആരും അംഗനവാടിയിൽ പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് പോകാൻ പ്ലേ സ്കൂളുകളുണ്ട്, LKG UKG സ്ഥാപനങ്ങളുണ്ട്, പൈസ കൊടുത്ത് ഫീസ് കൊടുത്ത് സ്വകാര്യ മേൽ. അംഗനവാടി എന്ന് പറയുന്നത് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ കുടുംബങ്ങളിലാണ് അവർ പോകുന്നത്. അവിടുത്തെ അമ്മമാരാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ആ അംഗനവാടികളെ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം ഉണ്ട്. ഇത് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. ഇന്ത്യ രാജ്യത്ത് മാൽ ന്യൂട്രീഷൻ മൂലം നിരവധിയായിട്ടുള്ള അമ്മമാർ മരണപ്പെടുകയും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ വൈകല്യത്തോടെ ജനിച്ചു വീഴുകയും ചെയ്തപ്പോൾ നമ്മുടെ പ്രിയങ്കരായ നേതാവ് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന പദ്ധതിയാണ് ICDS എന്ന് പറയുന്ന ഈ മഹത്തരമായ പദ്ധതി, ഈ നാടിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതി. ആ ICDS പദ്ധതി എന്തുമാത്രം വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് എന്തുമാത്രം സഹായകരമായ കാഴ്ചപ്പാടാണ്. അതിനെ പരിഷ്കരിക്കേണ്ട ഉത്തരവാദിത്വം കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെന്റുകൾക്കുണ്ട്. അത് ചെയ്യുന്ന കാര്യത്തിൽ എന്ത് താൽപര്യമാണ് ഇവർ കാണിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഗുജറാത്തിലത്തെ ഹൈക്കോടതിയുടെ വിധിയുണ്ടായി. അംഗനവാടി ജീവനക്കാരെ തൊഴിലാളികളായിട്ട് പരിഗണിക്കണം. ആ കേസിന് അപ്പീലിലേക്ക് പോകാൻ നരേന്ദ്രമോദിയുടെ സർക്കാർ. ആ വിധിക്കെതിരെ അപ്പീൽ പോകാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട്, ഒരു തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി കോടതിയെങ്കിലും വിധി പറഞ്ഞാൽ ആ വിധിക്കെതിരെ അപ്പീൽ പോകുന്നവരുടെ മനസ്സാക്ഷി എന്താണ് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല, മിനിമം വേജ് കൂലി കൊടുക്കാൻ പറ്റില്ല. അഡാനിമാർക്കും അംബാനിമാർക്കും വേണ്ടി രാജ്യം വിറ്റഴിക്കാൻ അവർക്കൊരു മടിയുമില്ല. പാവപ്പെട്ട അംഗനവാടിക്കാരെ തൊഴിലാളിയായി പ്രഖ്യാപിക്കാൻ കോടതി പറഞ്ഞാൽ പോലും അതിനെതിരെ അപ്പീൽ പോകുമെന്നാ പറയുന്നത്. ഇതെന്തൊരു ന്യായമാ, ഇതെന്തൊരു നീതിയാ? അപ്പൊ ഇത് സത്യത്തിൽ കേന്ദ്രവും കേരളവും രാജ്യത്തെ അടിസ്ഥാനപരമായ തൊഴിലാളി താല്പര്യങ്ങൾക്കെതിരായിട്ട് ഇപ്പൊ എന്താണെന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ തൊഴിലാളി ആഭിമുഖ്യമുള്ള ഗവൺമെന്റാണെന്നാ പറയാനുള്ളത്. വർഗസമരത്തിലൂടെ രംഗത്ത് വന്ന ആളുകളാണല്ലോ രാജ്യം ഭരിക്കുന്നവര്. പക്ഷേ ഇപ്പൊ തൊഴിലാളി സമരങ്ങളോട് പരമപുച്ഛമാണ് നമ്മുടെ സഖാക്കളായിട്ടുള്ള മന്ത്രിമാർക്കൊക്കെ. തൊഴിലാളി സമരങ്ങൾ കേട്ട് അവർക്ക് അപ്പോൾ അലർജി വരും, അവർക്ക് പുച്ഛമാണ്. 2 ചീത്ത വിളിച്ചാല് രാവിലെ എഴുന്നേറ്റ് മൈക്കിന് മുമ്പിൽ വന്ന് 2 ചീത്ത സമരങ്ങൾക്കെതിരായി വിളിക്കലാണ് നമ്മുടെ മന്ത്രിമാരുടെ ദൈനംദിന പരിപാടി. എന്ത് മാറ്റമാണ് ഈ മാറ്റം? എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടായി? പാവപ്പെട്ട കയറി പിരിക്കുന്ന തൊഴിലാളിയും കശുവണ്ടി തൊട്ടെടുക്കുന്ന തൊഴിലാളിയും രാവന്തിയോളം കടലിൽ പോയി കിടന്ന മത്സ്യത്തൊഴിലാളിയും ഇവരൊക്കെ ആയിരുന്നില്ലേ തൊഴിലാളി വർഗം എന്ന് പറഞ്ഞു നടക്കുന്നവർ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നത്? അപ്പൊ അവരുടെയൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞാൽ അതിനാരെങ്കിലും സെക്രട്ടേറിയറ്റ് വന്ന് സമരം ചെയ്താൽ പരമപുച്ഛം, അവഹേളനം, അവജ്ഞ, ഈ കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഗുരുതരമായിട്ട്. അവർ വൈകിട്ടെങ്കിലും നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയെന്ന് ഞാൻ സമ്മതിക്കാം, ആ പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യാം. പക്ഷെ നടപ്പിൽ വന്നിട്ട് ആ കാര്യങ്ങളെ പൂർണ്ണമായും സ്വാഗതം ചെയ്യാൻ തയ്യാറാകണ്ടു എന്നുള്ള കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ആശാവർക്കർമാർക്കും ഇവർ പല വാക്കും കൊടുത്തിട്ടുണ്ട്. മറ്റു മേഖലയിൽപ്പെട്ട കയർ തൊഴിലാളിക്ക് എന്തെല്ലാം വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, എന്ത് നടപ്പാക്കി? അതിനകത്ത് ഞാൻ പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യം, മുൻഗണന നിശ്ചയിക്കുമ്പോൾ ആ മുൻഗണന പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് എന്ന് നിശ്ചയിക്കത്തക്കവണ്ണമുള്ള ഒരു പാരമ്പര്യം പണ്ടുകാലത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ആ പാരമ്പര്യം കളഞ്ഞു വിളിച്ച സർക്കാരാണ് ഈ നാട് ഭരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്ഷേമനിധി ബോർഡുകളിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി 14 മാസമായിട്ട് അവർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല. ക്ഷേമനിധി, നിങ്ങളുടെ ക്ഷേമനിധി പെൻഷൻകാർക്ക് അംഗനവാടി പെൻഷൻ എത്ര കുടിശ്ശികയുണ്ട്? ഇപ്പൊ കൊടുക്കാന്ന് പറയുന്നുണ്ട്. ഇതെന്താ അറിയാം നിങ്ങൾ?
ഈ കുടിശ്ശിക ആക്കി വെച്ചിട്ട് ഇലക്ഷൻ വരുമ്പം കൈക്കൂലിയായിട്ട് ഈ കുടിശ്ശിക ഒന്നായിട്ട് തന്നിട്ട് ഔദാര്യമായിട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഈ നിൽക്കുന്നത്. ഒരു ഔദാര്യം. നിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ഈ കുടിശ്ശിക പാവപ്പെട്ടവർക്ക് അരി വാങ്ങിക്കാൻ പൈസ ഉണ്ടാകുമ്പോൾ അത് പിടിച്ചു മുറുക്കിയിട്ട് അവസാനം ഇലക്ഷൻ വരുമ്പോൾ കൊടുക്കാൻ തീരുമാനിക്കുന്നത് ഇവരുടെ ഔദാര്യമാണോ? ഇതൊക്കെ ഒരുപാട് സമരങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളല്ലേ? തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ നാട്ടിലുണ്ടാക്കിയത് അതിന്റെ ഭാഗമായിട്ടല്ലേ? അപ്പൊ ആ ക്ഷേമനിധി ബോർഡുകളുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ബാധ്യതപ്പെട്ടവർ അത് കൊടുക്കാതിരുന്നാൽ അത് സമരം ചെയ്യാനുള്ള അവകാശങ്ങളും തൊഴിലാളികൾക്ക് കൊടുക്കാതെ ആ സമരത്തെ പുച്ഛിക്കുകയാണോ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? അതുകൊണ്ട് ഞാൻ ദഹിപ്പിക്കുന്നില്ല. നിങ്ങളുടെ പോരാട്ടത്തിന് വിജയം കണ്ടതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. പക്ഷെ പോരാട്ടം ഇവിടെ അവസാനിപ്പിക്കണ്ട. കാരണം ഇത് കയ്യിലെത്തുന്നത് വരെ ശക്തമായ നടപടികളുമായി നിങ്ങളോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങളോടൊപ്പം അചഞ്ചലമായിട്ടുണ്ടാകുമെന്നുള്ള കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് അംഗനവാടി സമരം മാത്രമായിട്ടുണ്ടല്ല, INTUC സമരമായതുകൊണ്ട് മാത്രമല്ല, പാവപ്പെട്ടവർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, ജീവിക്കാൻ വേണ്ടി നടത്തുന്ന ഏത് സമരത്തെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്തുണക്കുമെന്നുള്ളതാണ് നടപടി. അതിൽ ഏത് തൊഴിലാളി യൂണിയൻ സമരം നടത്തുന്നു എന്ന് മാത്രം നോക്കി പിന്തുണ പ്രഖ്യാപിക്കുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ന്യായത്തിന്റെ കൂടെ നിൽക്കും. ന്യായം എവിടെയാണോ ആ ന്യായത്തിന്റെ കൂടെ നിൽക്കും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അന്യായം എവിടെ കണ്ടാലും എതിർക്കും. ദുർഭരണം എവിടെ ഉണ്ടായാലും അതിനെ എതിർക്കും. അത് മോഡി നടത്തിയാലും അത് പിണറായി വിജയൻ നടത്തിയാലും ഒരുപോലെ എതിർക്കാൻ ചങ്കൂറ്റമുള്ളവരാണ് നമ്മളെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമരം വിജയത്തിലെത്താൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്, നിങ്ങളുടെ യൂണിയൻ സഹിച്ചിട്ടുണ്ട്. അവരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. ഇനിയുള്ള നാളുകളിലും ആ ഒരു സമരവീര്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആത്യന്തികമായ ലക്ഷ്യം അംഗനവാടി വർക്കേഴ്സിനെയും ഹെൽപ്പേഴ്സിനെയും തൊഴിലാളികളെ പ്രഖ്യാപിച്ച് അവർക്ക് മുഴുവൻ ആനുകൂല്യങ്ങളും നേടിയെടുക്കുക എന്നുള്ളതാണ്. അവർക്ക് മാന്യമായ ശമ്പളം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഉറപ്പു പറയുന്നു, നമ്മുടെ പ്രകടന പത്രികയിൽ 2024 പ്രകടന പത്രികയിൽ വ്യക്തമായിട്ടും ഇത് പറഞ്ഞിരുന്നതാണ് കോൺഗ്രസ്. അംഗനവാടി വർക്കേഴ്സിന്റെയും ഹെൽപ്പേഴ്സിന്റെയും ശമ്പളം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും, മാന്യമായി അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളത് വീണ്ടും ആവർത്തിക്കുകയാണ്. ആ പോരാട്ടമായി തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ അവകാശ പോരാട്ടത്തിന് വേണ്ടിയിട്ടില്ല ഈ അത്യുജ്വലമായ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.